ലവ് ജിഹാദ് പോലെയുള്ള അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരെ നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാർ, അവിശ്വാസി ആയിട്ടുള്ള, അതായത് ദൈവവിശ്വാസമില്ലാത്ത ഒരു സർക്കാരും ദൈവവിശ്വാസം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മന്ത്രിമാരും ഭരിക്കുന്ന ഒരു സർക്കാർ ആകുമ്പോൾ 100% അവർ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. അപ്പം അത് ഞാൻ പലപ്പോഴും കാണുന്ന കാര്യമാണ്. ഒരു വനിതാ പോലീസ് ഓഫീസറായിട്ടുള്ള എനിക്ക് നേരെ തന്നെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് നേരിടുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. 1 മുതൽ 26 വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. അതിൻ്റെ വനിതകൾക്കെതിരെയുള്ള കുറ്റകൃത്യം അത് 5 ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 2021 നിന്ന് 2026 പടിവാതിലെത്തി നിൽക്കുമ്പോൾ 5 ഇരട്ടിയാണ് കൂടിയിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ഒരു കേരളത്തിൽ ഇതിന് പ്രോത്സാഹനം നൽകുന്നതുകൊണ്ടാണ്. സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ കുറ്റം നടത്തുന്നത് ഒന്നും വലിയ പുത്തരിയല്ല, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ കരുതുന്ന ഒരു സമൂഹമുണ്ട്. പ്രത്യേകിച്ചും ലവ് ജിഹാദ് പോലെയുള്ള അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരെ നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാർ, അവിശ്വാസി ആയിട്ടുള്ള, അതായത് ദൈവവിശ്വാസമില്ലാത്ത ഒരു സർക്കാരും ദൈവവിശ്വാസം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മന്ത്രിമാരും ഭരിക്കുന്ന ഒരു സർക്കാർ ആകുമ്പോൾ 100% അവർ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. അപ്പം അത് ഞാൻ പലപ്പോഴും കാണുന്ന കാര്യമാണ്. ഒരു വനിതാ പോലീസ് ഓഫീസറായിട്ടുള്ള എനിക്ക് നേരെ തന്നെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് നേരിടുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. എൻ്റെ കൂടെ നിൽക്കാനോ എന്നെ ഒരു സപ്പോർട്ട് ചെയ്യാനോ എൻ്റെ DGP പോലും അന്ന് വരില്ല. ആ ഒരു സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലും, ഒരു മാനസിക പ്രശ്നം ഉണ്ടായാലും, അല്ലെങ്കിൽ ഒരു ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഇതിനെക്കുറിച്ച് പരാതി പറയാഞ്ഞിട്ടല്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടില്ല. കാരണം DGPക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള അനുവാദം വേണം. അപ്പോൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം പോലീസിൽ ഇത്ര കഠിനമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലാതാകുന്നത്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ല, സമൂഹത്തിലല്ല, എവിടെയാണെങ്കിലും. നമ്മൾ കണ്ടതാണല്ലോ, ഒരു മന്ത്രിയുടെ ഭാര്യ ഇതുപോലെയുള്ള ഒരു പ്രയാസം വന്നപ്പോൾ, മുറിക്കകത്ത് അടച്ചിട്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ 112 എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചിട്ട് പോലീസ് സഹായിക്കാത്തത് എന്തുകൊണ്ടാണ്? എതിർ നിൽക്കുന്നത് ഒരു മന്ത്രിയായതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയത്തിനാണ് വില, അതിൽ കവിഞ്ഞ ഒന്നുമില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നിരിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഇനിയിപ്പോൾ ഞാൻ വട്ടിയൂർക്കാവിൽ MLA ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുക വട്ടിയൂർക്കാവിലെ എൻ്റെ സഹോദരിമാരെ സംരക്ഷിക്കുക എന്നതാണ്. അതായത് എൻ്റെ ഈ 33 വർഷത്തെ അനുഭവം കൊണ്ടും എൻ്റെ നിയമ പരിജ്ഞാനം കൊണ്ടും, ഈ നിയമം എന്ന് പറയുന്നത് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള നിയമം. ഇപ്പം എൻ്റെ ഒരു എതിരാളി ഒരു അഡ്വക്കേറ്റ് ആണ്, പക്ഷെ ഒരു ദിവസം പോലും ആൾ കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഡിഗ്രി ഉണ്ട്, പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല, അതിൻ്റെ വിവരം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് അഡ്വക്കേറ്റ് എന്നുള്ളൊരു ഡിഗ്രി ഇല്ലെങ്കിൽ പോലും 33 വർഷം ഞാൻ ആ അറിവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു നിയമം എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിയമത്തിന് ഒരുപാട് പഴുതുകളുണ്ട്. അപ്പോൾ നിയമം എന്ന് പറയുന്നത് ചിലപ്പോൾ നീതി നിർവഹണമായിരിക്കില്ല. നീതി എന്ന് പറയുന്നത് ചിലപ്പോൾ നിയമത്തിന് വിരുദ്ധമായിട്ട് കിടക്കും. ചില നിയമ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളത് കർശനമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് നീതി നിഷേധമാകും. അപ്പോൾ അതെങ്ങനെ ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എന്നുള്ളത് ഒരു പോലീസ് ഓഫീസറായിട്ട് വിരമിച്ച എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് ഇവിടെയുള്ള സ്ത്രീജനങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു വഴികാട്ടിയായിട്ട് നിൽക്കാൻ സാധിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ ശരിയായിട്ട് നേരിടേണ്ടതെന്ന് പറയാൻ സാധിക്കും. അവരെ കൊണ്ടുപോയി അവർക്ക് വേണ്ട സഹായം കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഉന്നമനം കിട്ടണം എന്നുണ്ടെങ്കിൽ കേരള സർക്കാർ മാറണം, വിശ്വാസികളുടെ സർക്കാർ വരണം. ഇവിടെ NDA ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷ ഉണ്ടാവുകയുള്ളൂ. കാരണം ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഉള്ള ഒരു വലിയ ഒരു കാര്യം നടത്തി സ്ത്രീകളുടെ മാനം വരെ സംരക്ഷിച്ച ഒരു പ്രധാനമന്ത്രി നമുക്കുള്ളപ്പോൾ ഇന്ത്യയിൽ സ്ത്രീകളെ സംരക്ഷിക്കാൻ ഒരു താങ്ങും കരുത്തുമായിട്ടുള്ളൊരു പാർട്ടിയുണ്ട്. പക്ഷെ കേരളത്തിൽ അത് ഇല്ല എന്നുള്ളത് ജനം മനസ്സിലാക്കണം, സ്ത്രീജനങ്ങൾ മനസ്സിലാക്കണം. അത് വരണം എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിജിയുടെ അതേ തത്വങ്ങൾ, അതേ ആശയങ്ങളുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടാവണം.
അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടും. പോലീസ് അതനുസരിച്ച് മാറും, നിയമങ്ങൾ അതനുസരിച്ച് മാറും, നീതി അതനുസരിച്ച് നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വട്ടിയൂർക്കാവ് മാത്രം നോക്കണ്ട, എന്നെ മാത്രം നോക്കണ്ട, എല്ലാവരും ചേർന്ന് നമ്മുടെ സർക്കാർ തന്നെ മാറ്റി ഇവിടെ NDAയുടെ ഒരു സർക്കാർ വരാനായിട്ട് പ്രയത്നിക്കണം.